ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് നമുക്കൊരു വാഷിംഗ് മെഷീന്റെ ഉൾഭാഗം ക്ലീൻ ചെയ്യാം എന്നുള്ളതാണ്. അതായത് ഇതിപ്പോ സെമി ഓട്ടോമാറ്റിക് ആയിക്കോട്ടെ അതുപോലെ ഫുള്ളി ഓട്ടോമാറ്റിക് ആയിക്കോട്ടെ, എന്താണെങ്കിലും അതിന്റെ ഉൾഭാഗം എങ്ങനെ ക്ലീൻ ചെയ്യാം എന്നുള്ളതാണ്. ഇനി നമുക്ക് ഈ ഒരു ബോട്ടം ഭാഗമാണ് നമുക്ക് അഴിച്ചെടുക്കേണ്ടത്. ചിലപ്പോൾ നമുക്ക് രണ്ട് കൈ കൊണ്ട് ഈ ഒരു രണ്ട് ഭാഗം നമുക്ക് പ്രസ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് വലിച്ചെടുക്കാവുന്നതാണ്. ചില സമയത്ത് ഇങ്ങനെ പൊക്കി കഴിഞ്ഞാൽ പൊങ്ങി വരത്തില്ല. അങ്ങനെ പൊങ്ങി വരാത്തപ്പോഴാണ് നമ്മൾ മറ്റൊരു കാര്യം യൂസ് ചെയ്യുന്നത്. സ്ക്രൂ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇതെങ്ങനെ നമുക്ക് പൊക്കിയെടുക്കാം എന്നുള്ളത്. അതിനായിട്ട് നമുക്ക് ഇതുപോലത്തെ നമുക്കൊരു രണ്ട് സ്ക്രൂ നമുക്ക് ഉപയോഗിക്കാം. ഈ രണ്ട് സ്ക്രൂ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഈ കാണുന്ന ഡ്രെയിനേജ് ഹോൾസിൽ, അതായത് നമുക്ക് ഇതിലെ ഏത് ഹോൾസ് വേണമെങ്കിലും നമുക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷൻ നമുക്ക് കൊടുക്കാം. ഇപ്പോൾ നമുക്ക് ഇവിടെ ഈ ഒരു ഹോൾസിൽ ഞാനിവിടെ കൊടുക്കുകയാണ്. ഇവിടെ നമുക്ക് ജസ്റ്റ് ചുമ്മാ ഒന്ന് പിരിച്ചു കൊടുത്താൽ മാത്രം മതി. അങ്ങനെ നമുക്കിപ്പം ഈ ഒരു രണ്ട് വശത്ത്, അതായത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് നമുക്ക് പിടിച്ച് പൊക്കിയെടുക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി ഈ ഒരു രണ്ട് സ്ഥലത്ത്, ഓപ്പോസിറ്റ് ആയിട്ട് രണ്ട് സ്ഥലത്ത് നമുക്ക് ഈ ഒരു രണ്ട് സ്ക്രൂ നമുക്ക് പിരിച്ച് കയറ്റി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ ഒരു രണ്ട് ഭാഗത്തും നമുക്ക് പിടിച്ചുകൊണ്ട് നമുക്ക് ഇത് പൊക്കിയെടുക്കാവുന്നതാണ്. ഇപ്പൊ ഈ ഒരു ബോട്ടം ഭാഗം നമുക്ക് പൊക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇതാണ് ഇതിന്റെ അടിയിലത്തെ അവസ്ഥ എന്നുള്ളത്. അപ്പോൾ ഒരുപാട് വർഷങ്ങളായിട്ട് ക്ലീൻ ചെയ്യാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിലും പരിതാപകരമായ അവസ്ഥയായിരിക്കും. ഇനി നമുക്ക് ഈ ഒരു ഭാഗം നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും ബ്രഷ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഫുൾ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മളിപ്പോൾ ഇതിന്റെ ഈ ഒരു ബോട്ടം ഭാഗം നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ ആ ഒരു മുകളിലത്തെ ഭാഗം, സ്പിൻ ചെയ്യുന്ന ഭാഗം കൂടെ നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചത് നമുക്ക് ഇതിനകത്തോട്ട് വെക്കാം. ഇപ്പൊ അതിനും കറക്റ്റ് ആയിട്ട് സീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു സ്ക്രൂ നമുക്ക് ഇതിൽ ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെയാണ് നമുക്കിപ്പോൾ ഈ ഒരു വാഷിംഗ് മെഷീന്റെ ഉൾഭാഗം, അതായത് നമ്മൾ ഡ്രെയിൻ ചെയ്യുന്ന ഭാഗം നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്നത്.